വെൽക്കം ടു ജയാസ് ഹോംലി കിച്ചൺ. നമുക്കൊരു ബ്രേക്ക്ഫാസ്റ്റ് ഐറ്റം തയ്യാറാക്കാം. ഗോതമ്പ് ഇടിയപ്പമാണ് ഞാനിന്ന് തയ്യാറാക്കാനായിട്ട് ഉദ്ദേശിക്കുന്നത്. ഗോതമ്പ് ഇടിയപ്പം അരി ഇടിയപ്പത്തിനെ അപേക്ഷിച്ച് വളരെ രുചികരമാണ്. പക്ഷേ ഇത് തയ്യാറാക്കുന്നതിനുണ്ടാകുന്ന ബുദ്ധിമുട്ട് എന്തെങ്കിലും ഉണ്ടാകുമോ എന്നുള്ള ചിന്തയിലാണ് ഇത് അധികം ആരും തയ്യാറാക്കാത്തത്. ചെയ്യാൻ വളരെ എളുപ്പമാണ്. ഒന്ന് രണ്ട് കാര്യങ്ങൾ ശ്രദ്ധിക്കുകയാണെങ്കിൽ വളരെ രുചികരമായിട്ടുള്ള ഗോതമ്പ് ഇടിയപ്പം നമുക്ക് തയ്യാറാക്കിയെടുക്കാം. അരി കഴിക്കാൻ ബുദ്ധിമുട്ടുള്ളവർ, ഡയബറ്റീസ് പേഷ്യൻസിന് പോലും വളരെ നല്ല രീതിയിൽ വിശപ്പ് മാറുന്ന രീതിയിൽ ഗോതമ്പ് ഇടിയപ്പം കഴിക്കാവുന്നതാണ്. ഇതിന് വേണ്ട ഇൻഗ്രീഡിയൻസ് എന്തൊക്കെയാണെന്ന് നോക്കാം. ഞാനിവിടെ 1 കപ്പ് ഗോതമ്പ് മാവ് എടുത്തിട്ടുണ്ട്. കുറച്ച് തേങ്ങ, അത് ഓരോരുത്തരുടെ ഇഷ്ടത്തിനനുസരിച്ച് അളവ് കൂട്ടുകയോ കുറയ്ക്കുകയോ ചെയ്യാം. ആവശ്യത്തിനുള്ള ഉപ്പ്. ഇതിപ്പോൾ ഞാൻ ഗോതമ്പ് മാവ് മാത്രം ഉപയോഗിച്ചാണ് തയ്യാറാക്കുന്നത്. അപ്പം അരി കഴിക്കാൻ ബുദ്ധിമുട്ടില്ലാത്തവർക്ക് ഈ 1 കപ്പ് ഗോതമ്പ് മാവിൻ്റെ കൂടെ 1-2 ടീസ്പൂണ് അരിപ്പൊടിയും കൂടെ വേണമെങ്കിൽ ചേർക്കാം. പക്ഷെ ഞാനിന്ന് ഗോതമ്പ് മാവ് മാത്രം ഉപയോഗിച്ചുള്ള ഇടിയപ്പമാണ് തയ്യാറാക്കുന്നത്. പിന്നെ ഞാനിവിടെ 1 കപ്പ് ഗോതമ്പ് മാവാണ് എടുത്തിട്ടുള്ളത്. നമുക്ക് ഏകദേശം 1.25 കപ്പോളം നല്ല തിളച്ച വെള്ളം വേണ്ടി വരും. ആദ്യം നമുക്ക് ഗോതമ്പ് മാവൊന്ന് ചെറുതായിട്ട് ചൂടാക്കിയെടുക്കാം. ഞാൻ ഓൾറെഡി ഒരു ഗോതമ്പ് പുട്ടിൻ്റെ റെസിപ്പി പോസ്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. അതിനകത്ത് ഗോതമ്പ് മാവ് ചൂടാക്കുന്നത് എങ്ങനെയാണെന്നുള്ളത് ഞാൻ കൊടുത്തിട്ടുണ്ടായിരുന്നു. അതേ രീതിയിൽ തന്നെയാണ് ഇടിയപ്പത്തിന് വേണ്ടിയും തയ്യാറാക്കേണ്ടത്. ചെറുതായിട്ട് ഒരു മണം വരുന്നത് വരെ ചൂടാക്കണം. ഗോതമ്പ് മാവിൻ്റെ നിറം മാറാൻ പാടില്ല. മീഡിയം ഫ്ലെയിമിൽ വെച്ച് തന്നെയാണ് ഇത് ചൂടാക്കിയെടുക്കേണ്ടത്. നന്നായിട്ട് ഒരു മണം വരുന്നത് വരെ ചൂടാക്കി കൊടുക്കുക. ഫ്ലെയിം ഒരിക്കലും കൂട്ടി വയ്ക്കരുത്, പെട്ടെന്ന് ഇത് കരിഞ്ഞു പോകും. ഇത് ചെറിയൊരു ചൂടായി കിട്ടിയാൽ മതി. നല്ലൊരു മണം വരണം. ഗോതമ്പ് മാവ് നന്നായിട്ട് ചൂടായിട്ടുണ്ട്, നല്ലൊരു മണവും വരുന്നുണ്ട്. ഈ സമയത്ത് നമുക്ക് ഗ്യാസ് ഓഫ് ചെയ്ത് കൊടുക്കാം. എന്നിട്ട് സ്റ്റൗവിൽ നിന്നും ഈ പാൻ മാറ്റേണ്ട ആവശ്യമില്ല. ഇത് നന്നായിട്ടൊന്ന് ഇളക്കിക്കൊണ്ടേയിരിക്കുക. ആ സമയത്ത് നമുക്ക് ആവശ്യമുള്ള ഉപ്പും കൂടെ ചേർത്ത് കൊടുക്കാം. അതും നന്നായിട്ട് ഈ ചൂടിൽ തന്നെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. ഏകദേശം 1.25 കപ്പ് തൊട്ട് 1.5 കപ്പ് വരെ വേണ്ടി വരും. അതുകൊണ്ട് ആവശ്യത്തിനുള്ള വെള്ളം കുറച്ചായിട്ട് ചേർത്ത് കൊടുക്കുക. ഇനി ഈ ചൂടിൽ തന്നെ ഈ തിളച്ച വെള്ളം കുറച്ചായിട്ട് ചേർത്ത് കൊടുത്ത് നമുക്കൊന്ന് മിക്സ് ചെയ്യാം. ആവശ്യത്തിനനുസരിച്ച് വെള്ളം ചേർത്ത് കൊടുക്കുക. ആദ്യമേ ഒരുപാട് വെള്ളം ചേർക്കണ്ട. നന്നായിട്ട് ഇതെല്ലാം കൂടെ ചേർന്ന് വരുന്ന രീതിയിൽ കുഴച്ചെടുക്കാനായിട്ട് ശ്രദ്ധിക്കുക. ഇപ്പം ഞാൻ ഏകദേശം 1 കപ്പ് തിളച്ച വെള്ളം ചേർത്തിട്ടുണ്ട്. ഇനി കുറച്ചും കൂടെ വെള്ളം നമുക്ക് ആവശ്യമില്ല. ഇത് കാണുമ്പോൾ തന്നെ നമുക്കറിയാം 1 കപ്പ് വെള്ളം തികയത്തില്ല. കുറച്ചും കൂടെ വെള്ളം ചേർത്ത് കൊടുക്കാം. ഒരുപാട് ലൂസാക്കണ്ട. അതും കൂടെ നന്നായിട്ടൊന്ന് ചേർത്ത് കൊടുക്കുക. ഇനി ഈ മാവ് നന്നായിട്ട് തണുക്കാനായിട്ട് ഒരു 10-15 മിനിറ്റ് അനുവദിക്കുക. ഒരു ഇഡലി സ്റ്റീമറിൽ കുറച്ച് വെള്ളം ഒഴിച്ച് വയ്ക്കുക. വളരെ കുറച്ച് വെള്ളമാണ് ഞാൻ ഒഴിച്ചിട്ടുള്ളത്. ഇനി ഏതിലാണോ നിങ്ങൾ തയ്യാറാക്കുന്നത് അതിനകത്ത് കുറച്ച് വെള്ളം ഒഴിച്ച് വെള്ളം ചെറുതായിട്ടൊന്ന് ചൂടായതിനു ശേഷം വേണം ഇടിയപ്പം നമ്മൾ തയ്യാറാക്കി വെച്ചിരിക്കുന്നത് വേവിച്ചെടുക്കാനായിട്ട് വയ്ക്കാനുള്ളത്. ഇത് ചെറുതായിട്ടൊന്ന് ചൂടാകുന്നതിനിടയ്ക്ക് തന്നെ നമുക്ക് ഇടിയപ്പം പിഴിഞ്ഞെടുക്കാം. ഇടിയപ്പത്തിൻ്റെ മാവ് നന്നായിട്ട് തണുത്തിട്ടുണ്ട്. നമുക്ക് ഇങ്ങനെ ഒരു ബോളായിട്ട് ഇത് ഉരുട്ടിയെടുക്കാൻ പറ്റും. നമുക്ക് ഇങ്ങനെ തൊട്ട് നോക്കുമ്പോൾ ചെറുതായിട്ട് സ്റ്റിക്കി ആയിട്ട് തോന്നും, പക്ഷെ കുഴപ്പമില്ല. ഗോതമ്പിൻ്റെ കുറച്ച് സ്റ്റാർച്ച് ഉള്ളത് കൊണ്ടാണ് അങ്ങനെ തോന്നുന്നത്. അപ്പോൾ ഏകദേശം നമുക്കിങ്ങനൊരു ബോളായിട്ട് ഉരുട്ടിയെടുക്കാൻ പറ്റുന്ന രീതിയിൽ തയ്യാറാക്കി എടുത്തിട്ടുണ്ട്. ഇനി നമുക്കിത് പിഴിഞ്ഞെടുക്കാം. അതിനായിട്ട് ഞാനിവിടെ ഇടിയപ്പ നാഴിയിൽ മാവ് ഫില്ല് ചെയ്യാൻ പോവുകയാണ്. ആദ്യം ഇടിയപ്പത്തിൻ്റെ ചില്ല് ഇട്ട് കൊടുക്കാം. വളരെ ചെറിയ ചില്ലാണ് ഇടിയപ്പത്തിന് വേണ്ടിയിട്ട് ഉപയോഗിക്കുന്നത്. അത് ഇട്ട് കൊടുക്കുക. അതിനുശേഷം നമ്മൾ തയ്യാറാക്കി വെച്ചിരിക്കുന്ന മാവ് അതിനകത്ത് നിറച്ചു കൊടുക്കാം. ഇനി നമുക്ക് അരിമാവ് പിഴിയുന്നത് പോലെ തന്നെ ഗോതമ്പ് മാവ് ഇതുപോലെ പിഴിഞ്ഞു കൊടുക്കാം. കുറച്ച് മാവിനെ പിഴിഞ്ഞു കൊടുക്കുക. നമുക്ക് അടുത്തതിനും ഇതുപോലെ പിഴിഞ്ഞു കൊടുക്കാം.
കുറച്ച് തേങ്ങ വെച്ച് കൊടുക്കാം. അതിൻ്റെ മുകളിലായിട്ട് കുറച്ചും കൂടെ മാവ് പിഴിഞ്ഞ് വെച്ച് കൊടുക്കാം. ഇതുപോലെ എല്ലാം തയ്യാറാക്കിയെടുക്കാം. ഇങ്ങനെ പുതിയ ടൈപ്പായിട്ടുള്ള സ്റ്റീമറിൽ നമ്മൾ ഇടിയപ്പമോ ഇഡ്ഡലിയോ വെച്ച് തയ്യാറാക്കി എടുക്കുമ്പോൾ ഈ ഓരോന്നിനും ഇടയ്ക്കുള്ള ഗ്യാപ്പ് വളരെ ചെറുതാണ്. അപ്പോൾ ഒന്നിൽ നിന്ന് ഒന്ന് തട്ടി ഇങ്ങനെ അതിൻ്റെ ഷേപ്പ് നഷ്ടപ്പെടാനും കുറച്ച് ഈർപ്പം അല്ലെങ്കിൽ വെള്ളമയം പോലെ ആവാൻ ചാൻസ് ഉണ്ട്. അതുകൊണ്ട് ഞാൻ സ്ഥിരമായിട്ട് ചെയ്യുന്നത്, എനിക്ക് വളരെ കുറച്ച്, ഞങ്ങൾ 3-4 പേരടങ്ങുന്ന ഒരു ചെറിയ ഫാമിലി ആയതുകൊണ്ട് ഞാൻ ഇതിൻ്റെ അടിത്തട്ടിൽ സാധാരണ ഉപയോഗിക്കാറില്ല. അത് ഫ്രീ ആയിട്ട് വിട്ടിട്ട് അതിൻ്റെ മുകളിലുള്ള തട്ടിലാണ് തയ്യാറാക്കുന്നത്. എന്നിട്ട് ഇത് വേവിച്ചെടുത്തിട്ട് പിന്നെ ഒരു സെറ്റും കൂടെ തയ്യാറാക്കിയെടുക്കും. ഇതിൻ്റെ മുകളിലും വയ്ക്കാറില്ല. അപ്പോൾ നമുക്ക് കുറച്ചും കൂടെ വലിയ സൈസിലുള്ള ഇടിയപ്പമോ ഇഡ്ഡലിയോ ഒക്കെ തയ്യാറാക്കിയെടുക്കാം. ഇങ്ങനെ ഒരു പ്രാവശ്യം കൂടെ വെച്ചെടുക്കണമെന്നുള്ള ബുദ്ധിമുട്ടേ ഉള്ളൂ. കുറച്ചുകൂടെ നമ്മൾ ട്രഡീഷണൽ ഫോമിൽ ചെയ്യുന്ന ഇഡ്ഡലി തട്ടിലെ പോലെ തന്നെ വലിയ ഇടിയപ്പമോ ഇഡ്ഡലിയോ നമുക്ക് തയ്യാറാക്കിയെടുക്കാം. ഇത് കുറച്ചും കൂടെ എളുപ്പമായിട്ടാണ് എനിക്ക് തോന്നുന്നത്. അതുകൊണ്ട് പുതിയ ടൈപ്പിലുള്ളവർ ഉപയോഗിക്കുന്നത് ഇങ്ങനെ ചെറുതായിട്ട് ഉണ്ടാക്കി അതിൻ്റെ മുകളിൽ വെച്ച് എല്ലാം ഒട്ടിപ്പിടിച്ചെടുക്കുന്നതിനേക്കാളും ഈ മെത്തേഡ് കുറച്ചും കൂടെ നല്ലതാണെന്ന് എനിക്ക് തോന്നുന്നു. ഇനി നമുക്കിത് വേവിക്കാനായിട്ട് വയ്ക്കാം. ഗോതമ്പ് ഇടിയപ്പം പെട്ടെന്ന് തന്നെ വെന്ത് കിട്ടും. ഏകദേശം ഒരു 4 മിനിറ്റ് കൊണ്ട് തന്നെ വെന്ത് കിട്ടും. ഇത് അടച്ച് വെക്കുകയാണ്. ഇനി നമുക്കിത് വേകാനായിട്ട് അനുവദിക്കാം. ഏകദേശം ഒരു 3-4 മിനിറ്റ് കൊണ്ട് തന്നെ ഗോതമ്പ് ഇടിയപ്പം നന്നായിട്ട് വെന്ത് കിട്ടും. അത് കഴിഞ്ഞിട്ട് ഒന്ന് തണുക്കാൻ വെച്ചിട്ട് തണുത്തതിന് ശേഷം നമുക്കിത് തട്ടിൽ നിന്ന് ഇളക്കിയെടുക്കാം. വളരെ എളുപ്പത്തിൽ തന്നെ നമുക്കിത് ഇളക്കിയെടുക്കാനായിട്ട് പറ്റും. ഇനി നമുക്കൊരു വിളമ്പുന്ന പാത്രത്തിലേക്ക് മാറ്റാം. വളരെ രുചികരമായിട്ടുള്ള ഗോതമ്പ് ഇടിയപ്പം തയ്യാറാക്കി കഴിഞ്ഞു. വളരെ ഹെൽത്തിയുമാണ്. എപ്പോഴും അരിപ്പലഹാരം കഴിക്കുന്നത് ഒഴിവാക്കിയിട്ട് നമുക്ക് വല്ലപ്പോഴും ഗോതമ്പ് ഇടിയപ്പം തയ്യാറാക്കാവുന്നതാണ്. ഇതിൻ്റെ കൂടെ കറികൾ എന്തെങ്കിലും കൂട്ടി വേണമെങ്കിലും കഴിക്കാം. വെറുതെ കഴിക്കാൻ തന്നെയും നല്ല സ്വാദാണ്. ഇതിനകത്ത് പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത്, മാവ് നന്നായിട്ട് ചൂടാക്കണം. ഒരു മണം വരുന്നത് വരെ ഇത് ചൂടാക്കി എടുക്കണം. എന്നാൽ മാത്രമേ ഈ ഗോതമ്പിൻ്റെ പശ കുറച്ച് മാറിയിട്ട് നമുക്ക് നല്ലതായിട്ടുള്ള ഇടിയപ്പം തയ്യാറാക്കി എടുക്കാൻ പറ്റത്തുള്ളൂ. വെള്ളവും നല്ല തിളച്ച വെള്ളം വേണം ചേർക്കാനായിട്ട്. പിന്നെ പച്ചവെള്ളമൊന്നും ചേർത്ത് ഇത് കുഴയ്ക്കരുത്. ഇതുപോലെ പിഴിഞ്ഞെടുക്കുകയാണെങ്കിൽ നമുക്ക് നല്ല ഗോതമ്പ് ഇടിയപ്പം തയ്യാറാക്കി എടുക്കാം. ഇതെല്ലാവരും തീർച്ചയായിട്ടും പരീക്ഷിക്കുക. ഈ റെസിപ്പി തീർച്ചയായും എല്ലാവർക്കും ഇഷ്ടപ്പെട്ട് കാണുമെന്ന് വിചാരിക്കുന്നു. ഇതിനെക്കുറിച്ചുള്ള കമൻസ് എനിക്ക് അറിയിക്കുക. എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കാതിരിക്കുക. താങ്ക് യു ഫോർ വാച്ചിങ് മൈ വീഡിയോ.